നമസ്കാരം സുഹൃത്തുക്കളെ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ഏതെങ്കിലും ഒരു നയം അടിച്ചേൽപ്പിക്കുന്നു എന്നതിനേക്കാൾ ഉപരി കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് വളരെ ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണിത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് അറിയണം. അതിന്റെ ആ പോളിസി കൊണ്ടുവരാൻ കാരണം ഇപ്പോൾ നമുക്കറിയാം RSSനെയും BJPയെയും സംബന്ധിച്ച് അവർ കാതലായ മാറ്റം രാജ്യത്ത് വരുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. ഒരുപാട് മേഖലകളിൽ അവർ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് ഫെഡറൽ തത്വങ്ങൾ. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആദ്യം കടക്കൽ കത്തിവയ്ക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്കാണ്. രണ്ടാമത്തെ കാര്യം ഇതിന്റെ വിദ്യാഭ്യാസത്തിന്റെ കച്ചവടവൽക്കരണമാണ്. അത് ഒന്ന് ഇതിനെ ഒരു സെൻട്രലൈസ് ചെയ്യുന്നു, വിദ്യാഭ്യാസം എന്നൊരു ഡിനോമിനേഷനെ സെൻട്രലൈസ് ചെയ്യുന്നു എന്നൊരു പ്രശ്നം. അതായത് ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കാത്ത രീതിയിൽ അതിന് സെൻട്രൽ ഗൗരവമുള്ളൊരു വിഷയത്തിൽ അവർ ഒളിച്ചുപോയി ഒപ്പിട്ടു, ആരെയും അറിയിക്കാതെ, സ്വന്തം മുന്നണിയിലുള്ള ആളുകളെ പോലും അറിയിക്കാതെ, അവരുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അറിയിക്കാതെ പോയി ഒപ്പിട്ടെങ്കിൽ അതിന് പിന്നിൽ ഈ ഫണ്ടാണ് പ്രശ്നം. ഫണ്ട് റിലീസ് ചെയ്യാത്തതാണ് പ്രശ്നം. ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നില്ല. മധുതി ചാനലിലെ അടുപ്പൂട്ടി ചർച്ചയിൽ നിന്നുള്ളൊരു ഭാഗമാണ് നിങ്ങൾ കണ്ടത്. പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് PM ശ്രീയെ പറ്റിയുള്ള ഒരു ചർച്ചയാണ്. അന്ന് ഈ പറയുന്ന ആളുടെ ബാപ്പ വേറെ ആരോ ആയിരുന്നു എന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, VD സതീശനാണ് ഭരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കേൾക്കണ്ടേ, നിലപാടും കേൾക്കണ്ടേ, ബാപ്പയും മാറ്റിയെന്നാണ് തോന്നുന്നത്. അതോടെ കണ്ടു നോക്ക്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഒരേപോലെ അവകാശമുള്ള ഒരു ഒരു വകുപ്പാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്ന ഒരു ലീഗലി നിയമപരമായി അത് പാലിക്കാൻ ബാധ്യസ്ഥമായ ഒരു കരാറേയല്ല അത്. നമ്മൾ ചില സ്കൂളുകൾ PM ശ്രീ പദ്ധതി പ്രകാരം നവീകരിക്കുമ്പോൾ ഇത് പാഠ്യപദ്ധതി മാറ്റുന്നതുമായി ബന്ധപ്പെട്ടോ ഒന്നുമല്ല. നമ്മളിവിടെ കിഫ്ബിയുടെ ഫണ്ട് എടുത്ത് സ്കൂളുകൾ നിർമ്മിക്കുന്നു, സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉണ്ടാകുന്നു, കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു. അതുപോലെ കേന്ദ്രത്തിൽ നിന്ന് 60%, സംസ്ഥാനങ്ങൾ 40% എടുത്ത് ഇവിടെ സ്കൂൾ നവീകരിക്കുന്നു. അതായത് നമ്മുടെ സ്കൂളുകൾ പണിയാനുള്ള കുറച്ച് പൈസ അവർ തരും. അതിന് പകരമായ MOയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പാഠ്യപദ്ധതി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് അനുകൂലമായി മാറ്റിയെടുക്കണം എന്നുള്ളതാണ് അതിലുള്ള ഒരു കാര്യം. ഇനി അങ്ങനെ മാറ്റണം എന്ന് പോലും നിർബന്ധമില്ല. നമ്മളിപ്പോൾ ആ പൈസ വാങ്ങിയെടുക്കാൻ വേണ്ടി ഒപ്പിട്ടു എന്ന് കരുതുക. അപ്പോൾ ശിവൻകുട്ടി പറയുന്ന പോലെ നമ്മൾ ഒപ്പിട്ടു, ആ പൈസ കിട്ടട്ടെ എന്ന് കരുതി ഒപ്പിട്ടു. അതിനടുത്ത് നാളെ ഇവിടെ പാഠ്യപദ്ധതി മാറ്റുന്ന ഒരു നിർബന്ധമില്ല. അതിലൊപ്പിടുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന വാക്കാണ്. നമ്മളങ്ങനെ മാറ്റും എന്ന് ഒരു വാക്ക് കൊടുക്കുകയാണ്, ഒരു ധാരണയിലെത്തുകയാണ്. അതാണ് ധാരണാപത്രം. മോദിയുടെ പടം വയ്ക്കുന്നതാണോ യഥാർത്ഥത്തിൽ പ്രശ്നം നിഷാദെ? മോദിയുടെ 10 പടം വെച്ചോട്ടെ. നിന്ന നിപ്പിൽ മലക്കം മറിയുന്ന കമ്മ്യൂണിസ്റ്റുകാരെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇതാ ഒരു മധുതി മാപ്ര കൂടി വന്നിരിക്കുന്നു. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് PM ശ്രീയിൽ ഒപ്പുവെക്കുന്നത് എന്തോ മഹാ അപരാധമായിരുന്നു. അതിനെതിരെ പറയാവുന്നതെല്ലാം പറഞ്ഞു. ഇപ്പോൾ UDF ആണ് ഭരിക്കുന്നത്. അത് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം ലീഗാണ്. ജമാഅത്തിക്കൊക്കെ വേണ്ടപ്പെട്ട ആളായിരിക്കണം. അപ്പോൾ കേന്ദ്രത്തിന് മുന്നിൽ PM ശ്രീക്ക് ഒപ്പുവെച്ചേ മതിയാവൂ എന്നവർക്കറിയാം. അല്ലാതെ അവരുടെ മുന്നിൽ മറ്റു മാർഗമില്ല. അപ്പോൾ ഒപ്പുവെക്കേണ്ടി വരും. അതിന് മുമ്പേ തന്നെ ഒരു ജാമ്യം എടുക്കുകയാണ്. അതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ റദ്ദ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, PM ശ്രീയിൽ ഒപ്പുവെച്ചാലും കുഴപ്പമില്ല എന്ന തരത്തിൽ നിലപാട് മാത്രമല്ല, ഞാൻ നേരത്തെ പറയുന്ന പോലെ ബാപ്പയെ കൂടെ മാറ്റുന്ന ഇതുപോലുള്ള മാപ്രകളാണ് ഇവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കുക.